എനിക്ക് ആഗ്രഹിക്കാവുന്നതിനേക്കാൾ നല്ല പെൺകുട്ടിയാണ് ആശ. ഒരുപാട് ഉയരങ്ങളിൽ എത്തേണ്ട അവളെ എന്റെ ചെറിയ ജീവിതത്തിലേക്ക് വന്നു. സ്നേഹം കൊണ്ട് അവിടെ തളച്ചിടാൻ ശ്രമിച്ചു. അത് ഞാൻ ചെയ്ത തെറ്റ്. ഞാനും മോനും അവളുടെ നല്ല ഭാവിക്കൊരു തടസ്സമാണെന്ന് തോന്നിയപ്പോ ആ തെറ്റാൻ തിരുത്തി. എത്ര എളുപ്പം കഴിഞ്ഞു അല്ലേ? എങ്കിൽ 5 കൊല്ലം നേറി ജീവിച്ച ഒരു പെൺകുട്ടിയുടെ സങ്കടങ്ങൾ തിരുത്താൻ നിങ്ങൾക്ക് കഴിയോ? നഷ്ടപ്പെട്ട സന്തോഷങ്ങൾ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? മനസ്സിൽ എന്തെങ്കിലും വിചാരിക്കും, അത് സത്യമാണെന്ന് അങ്ങ് വിശ്വസിക്കും. എന്നിട്ട് ഇല്ലാത്ത കാരണങ്ങൾ പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും. ഭീരുക്കളായ ഭർത്താക്കന്മാരുടെ സ്വഭാവമാണിത്. നിങ്ങൾക്കറിയോ, കുഞ്ഞിനെയും കൂട്ടി നിങ്ങൾ ഇറങ്ങിപ്പോന്ന ആ ദിവസം മുതൽ ഇന്നുവരെ ആശാലക്ഷ്മി ചിലങ്ക കെട്ടിയിട്ടില്ല, നൃത്തം ചെയ്തിട്ടില്ല, ഒരു വേദിയിലും കയറിയിട്ടില്ല. അവളൊരു ഭാര്യ മാത്രമല്ല, അമ്മയും കൂടിയാണെന്ന് നിങ്ങൾ മറന്നുപോയി. സ്വന്തം കുഞ്ഞ് എവിടെയാണെന്നറിയാതെ ഉരുകി ജീവിച്ച അമ്മയുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അവള് വിഷമിക്കണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അവളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഒഴിഞ്ഞു കൊടുത്തത്. അതിനുവേണ്ടി മാത്രമാണ് പ്രാർത്ഥിച്ചത്. അതുകൊണ്ടായിരിക്കാം അവളൊരു ഭ്രാന്തിയായി മാറാതിരുന്നത്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ അവസരങ്ങൾ വീണ്ടും മുന്നിൽ തെളിഞ്ഞു തുടങ്ങിയപ്പോ അവൾ അതിൽ നിന്ന് ഭ്രമിച്ചു പോയിട്ടുണ്ടാവാം. അതിലൂടെ കിട്ടിയ പേരും പ്രസിദ്ധിയും അവളെ ഒന്ന് മോഹിപ്പിച്ചിട്ടുണ്ടാവാം. പക്ഷേ അതൊന്നും അവൾക്ക് നിങ്ങളെക്കാൾ വലുതല്ലായിരുന്നു. എനിക്ക് ആഗ്രഹിക്കാവുന്നതിനേക്കാൾ നല്ല പെൺകുട്ടി